ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ദൈവവചനമാകുന്ന ബീജത്തിൽ നിന്നാണ്. ദൈവവചനം നമുക്ക് ഒരു പുനർജന്മം, വീണ്ടും ജനനം നൽകുന്ന സ്വർഗീയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ പാരായണവും ശ്രവണവും മനനവുമൊക്കെ നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന പോഷണങ്ങളാണെന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വേരുറച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഫലം പ്രാപിക്കുന്ന ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന അനുഗ്രഹമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, വചനമാകുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈ ഏതാനും നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയുള്ള നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നല്ലവനുമായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയുടെ വചനത്താൽ ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. ഈ വചന നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന് ഞങ്ങൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കട്ടെ. വചനത്തിൻ്റെ അഭിഷേകത്തോടുകൂടി ജീവിക്കുവാൻ, മാനസാന്തരത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 59 അധ്യായം, അതിൻ്റെ 3, 4 തിരുവചനങ്ങളാണ്. സങ്കീർത്തകൻ പറയുകയാണ്, അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു, ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത്. 4 തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം. സഹോദരങ്ങളെ, സങ്കീർത്തകൻ ഒരു വലിയ ജീവിത പ്രതിസന്ധി ദൈവത്തോട് പറയുകയാണ്. സങ്കീർത്തകനെ അനേകർ ആക്രമിക്കുകയാണ്. ഈ 51 സങ്കീർത്തനത്തിൻ്റെ തുടക്കം, അതായത് വചനം തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ചെറിയൊരു സബ് ടൈറ്റിൽ പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ ഇവിടെ എഴുതി, ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം, അവനെ വധിക്കാൻ സാവൂൾ ചാരന്മാരെ അയച്ചപ്പോൾ പാടിയത്. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂൾ രാജാവ് ചാരന്മാരെ അയച്ചപ്പോൾ സാവൂൾ ദൈവ തിരുസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ഈ ശത്രുക്കൾ എന്നെ പിന്തുടരുന്നു, അവരെന്നെ, രക്തദാഹികൾ എന്നെ കൊല്ലുവാൻ കാത്തിരിക്കുന്നു, എന്നാൽ അത് എൻ്റെ പാപം നിമിത്തമല്ല, എൻ്റെ അതിക്രമങ്ങൾ നിമിത്തമല്ല എനിക്ക് കഷ്ടതകൾ വന്നു ഭവിക്കുന്നത്. നമുക്കറിയാലോ, ദാവീദ് കർത്താവിൻ്റെ ഹൃദയത്തിന് ചേർന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ ബാലനായിരിക്കെ തന്നെ ദൈവം അവനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കിയതാണ്. അങ്ങനെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പാത്രമായി മാറിയിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവന് ഞാൻ ദാവീദിൽ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്താൻ, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്താൻ തക്കവിധം അഭിഷേകം നിറഞ്ഞ ഈ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ പേമാരി പോലെ വന്നുകൂടുകയാണ്. ശത്രുക്കൾ തിരഞ്ഞാക്രമിക്കുകയാണ്. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും ഒരു തിന്മ നിരൂപിക്കാത്ത സാഹചര്യത്തിൽ, എന്തുകൊണ്ടാണ് നിഷ്കളങ്കർ വേദന സഹിക്കുന്നത്? അനേകരുടെ ഹൃദയത്തിലുള്ള ഒരു ചോദ്യമാണ് ദാവീദ് ഇപ്പോൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, അനേക വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വലിയ കലുഷിതമായ ഒരു പ്രശ്നമായിരുന്നു, ഒരു സങ്കീർണമായ ഒരു ചോദ്യമായിരുന്നു ഇത്. ഞങ്ങൾ HIV ബാധിതരായ കുട്ടികളെയും രോഗികളെയും ഒക്കെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ചില സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് മുതലേ തുടങ്ങിയതുണ്ടായിരുന്നു. അവിടെ
കുട്ടികൾ, ജസ്റ്റ് ജനിച്ച ചെറിയ കുട്ടികൾ മുതൽ ചെറുപ്പക്കാർ വരെയുള്ളവർ ഒരു കാരണവശാലും യാതൊരു രീതിയിലും ഏതെങ്കിലും ഒരു പാപപ്രവൃത്തി, HIV വരുന്നത് എപ്പോഴും പാപപ്രവൃത്തികളിലൂടെ ആയിരിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ജനത്തിന് പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ യാതൊന്നുമില്ലാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഒരു അണുവിനാൽ ജനിക്കുകയും അങ്ങനെ അവർ ജീവിതകാലം മുഴുവൻ, ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നമുക്കറിയാലോ, പൂർണ്ണ സൗഖ്യത്തിൻ്റെ മരുന്ന്, ജീവിതകാലം മുഴുവൻ ഈ ഒരു സഹനവും ഒറ്റപ്പെടുത്തലും പേര് നടക്കേണ്ടി വരികയും ചെയ്യുന്നത് എന്ത് തെറ്റു വഴിയാണ്? ഈ ചോദ്യം അന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്. അതുപോലെ ധാരാളം മനുഷ്യരെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നിഷ്കളങ്കരും വിശുദ്ധരുമായ ഒട്ടനവധി പേർ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ, സഹനങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഇങ്ങനെ ഈ ധ്യാനം നടക്കുമ്പോഴാണ് ഈ വചനത്തിലൂടെ കടന്നു പോകാൻ ഇടവന്നത്. സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളിൽ പലരും ഒരുപക്ഷെ ഈ ചോദ്യം ദൈവത്തോടോ തന്നോട് തന്നെയോ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുന്നവരാകാം. എന്തുകൊണ്ടാണ് നിഷ്കളങ്കർ സഹിക്കുന്നത്? നീ നിഷ്കളങ്കനും വിശുദ്ധി ജീവിക്കുന്നവനുമായിരിക്കെ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടുമുട്ടിയ ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ വളരെ വിശുദ്ധയായ ഒരു സിസ്റ്ററാണെന്നാണ് ആ സിസ്റ്ററുടെ കോൺഗ്രിഗേഷനിൽപ്പെട്ടവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ആ സിസ്റ്ററിൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് 100 വർഷക്കാലം 100 വയസ്സ് വരെ ജീവിക്കണമെന്നായിരുന്നു. ചെറുപ്പക്കാരിയായ സിസ്റ്ററാണ് അന്ന് ഞാൻ കണ്ടുമുട്ടുന്നത്. 100 വയസ്സ് വരെ ജീവിക്കുന്നത് അടിച്ചുപൊളി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, അനേക ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം. ഇതായിരുന്നു സിസ്റ്ററിൻ്റെ ആഗ്രഹം. ഒട്ടനവധി പേർക്ക് സന്തോഷവും സ്നേഹവും പകർന്നു കൊടുക്കണം. ഇങ്ങനെ ആഗ്രഹിച്ച് സന്യാസവസ്ത്രം സ്വീകരിച്ച് നല്ല വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ സിസ്റ്റർ ഏകദേശം ഒരു 30 വയസ്സ് പ്രായം ആയപ്പോൾ ആ സിസ്റ്ററിന് ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിന് ടെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് യൂട്രസിൽ, ഓവറിയിൽ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സിസ്റ്ററിൻ്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ സിസ്റ്ററിനോട് ഞാൻ സംസാരിക്കാൻ ഇടവന്നത്. 30-ാം വയസ്സിൽ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ്, ഞാൻ ഓർക്കുന്നുണ്ട്, 30-ാം വയസ്സിൽ എനിക്ക് ഈ രോഗം വന്നത്. ഞാൻ ആ സിസ്റ്ററിനോട് സഹനത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. ആ പറഞ്ഞ് തീർന്ന എല്ലാം കേട്ട് സിസ്റ്റർ നല്ല അനുസരണത്തിലെല്ലാം കേട്ടതിന് ശേഷം ആ സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായാത്ത സെൻറ്റൻസ്. അനേക വർഷം, 10-20 വർഷങ്ങൾക്ക് മുൻപ് കേട്ടതാണെങ്കിലും മായാതെ നിൽക്കുന്ന സെൻറ്റൻസ് ഇതാണ്: അച്ഛാ, പറയുന്നതൊക്കെ ശരിയാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ സഹിക്കാൻ അത്ര എളുപ്പമല്ല. സഹിക്കാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കുകയും കൂടുതൽ ഈശോയെ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായൊരു സമയത്ത് ഒരു സഹനം, ഒരു പ്രതിസന്ധി, ഒരു രോഗം, മാരകമായ അപകടകരമായൊരവസ്ഥ വന്നു ചേരുമ്പോൾ അത് സ്വീകരിക്കുക അത്ര എളുപ്പമല്ല. അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഈ സിസ്റ്ററുമായിട്ട് കുറച്ച് കാലം ആ സിസ്റ്ററിൻ്റെ ആധ്യാത്മിക ഉപദേശ കാര്യങ്ങളിൽ ആ സിസ്റ്ററുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. പ്രിയ സഹോദരങ്ങളെ, 33-ാമത്തെ വയസ്സിൽ സിസ്റ്ററിന് രോഗാവസ്ഥയുണ്ടായി. ആ സിസ്റ്റർ ഇത് പറഞ്ഞ് ഓർക്കാൻ കാരണം, ഈശോയുടെ വയസ്സിലാണ് ഞാൻ രോഗിണിയായത്, എനിക്ക് ആദ്യമായി രോഗം കണ്ടുപിടിക്കപ്പെട്ടതെന്ന് സിസ്റ്റർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തിന് ശേഷം ഈ സിസ്റ്റർ ക്യാൻസർ വല്ലാതെ ഡെവലപ്പ് ചെയ്ത് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സിസ്റ്ററിനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും സംസാരിക്കാനും ഇടവന്നു. അന്ന് സിസ്റ്റർ പറയുന്നത്, എനിക്ക് അൽഫോൻസാമയുടെ പ്രായത്തിൽ അൽഫോൻസാമയെ പോലെ സഹനത്തിലൂടെ മരിക്കുവാൻ സാധിക്കുന്നല്ലോ. കാരണം സിസ്റ്റർ ഏകദേശം മരണത്തോട് അടുത്തു എന്നുള്ളൊരു ബോധ്യം ആയി തുടങ്ങിയിരുന്നു. സിസ്റ്റർ ഈ 3 വർഷക്കാലം ഞാൻ ആ സിസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വിശുദ്ധിയിൽ ജീവിക്കുന്ന, വിശുദ്ധ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു സിസ്റ്റർ തൻ്റെ ജീവിതത്തിൻ്റെ ആ സഹനത്തിൻ്റെ തുടക്കത്തിൽ സഹനത്തോട് കാണിച്ച സമീപനമല്ല മരണസമയത്ത് കാണിച്ചത്. സഹനത്തോട് ആ തുടക്കത്തിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് അതിനൊരു നിഷേധമായിരുന്നില്ലെങ്കിൽ കൂടി ആ സിസ്റ്റർ പറഞ്ഞത്, അച്ഛാ, ഇത് സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എല്ലാം നന്മയിൽ നന്നായി പോകുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് എന്നൊരു ചോദ്യം
അറിയാതെ തന്നെ ഉള്ളിൽ പുകഞ്ഞു പൊങ്ങുകയാണ്. എന്നാൽ 3 വർഷക്കാലത്തെ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ വിവിധങ്ങളായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ സിസ്റ്ററിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചെടുത്തപ്പോൾ സിസ്റ്ററിനുണ്ടായ ഒരു കാഴ്ചപ്പാട്, ഒരു തിരിച്ചറിവ്, ഇത് ഈശോയോട് കൂടിയുള്ള ഒരു സഹനമെന്നാണ്. ആ സിസ്റ്റർ മരിക്കുന്നത്, ഞാനൊരു വൈകുന്നേരം ആ സിസ്റ്ററിനെ പോയി കണ്ടു. പിറ്റേന്ന് രാവിലെ 5 മണി ആ സമയത്ത് 5-5:15 സമയമായപ്പോൾ സിസ്റ്റർ മരിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ചേച്ചി, മറ്റൊരു സിസ്റ്റർ ഈ സിസ്റ്ററിനെ ശുശ്രൂഷിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഭയങ്കരമായ വിഷമവും വേദനയും ആയിരുന്നു. ആ സമയത്ത് അവരെന്നെ കോൺടാക്ട് ചെയ്യാൻ പരിശ്രമിച്ചു. പക്ഷേ ഞാൻ കുർബാനയും പ്രാർത്ഥന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, ഈ മൂത്തയാൾ പറയുകയാണ്, ആ സമയം ഒരു 5 മണിയൊക്കെ ആ സമയത്ത് വേദന വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ സിസ്റ്റർ നിലവിളിച്ചു, ഭയങ്കരമായി നിലവിളിച്ചു. എന്നിട്ട് ഒരു അല്പസമയം അങ്ങനെ കരഞ്ഞതിന് ശേഷം പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട് ഈ മരിക്കാനായ സിസ്റ്റർ, രോഗിണിയായ സിസ്റ്റർ ചേച്ചി സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, ചേച്ചി, ഞാൻ ഇത്രയും കാലം പരാതി കൂടാതെ സ്വീകരിച്ച ഈ സഹനത്തിൻ്റെ മൂല്യം മുഴുവൻ ഇപ്പോൾ ഞാൻ നിലവിളിച്ച് പരാതിപ്പെട്ടപ്പോൾ പോയി കാണുമോ? സഹോദരങ്ങളെ, എന്നെ വിറങ്ങലിപ്പിച്ച ഒരു ചോദ്യമാണത്. ഇത്രയും കാലം, അത് കഴിഞ്ഞ 3 വർഷം, ആദ്യമേ പറഞ്ഞു എനിക്ക് സഹനം സ്വീകരിക്കാൻ എളുപ്പമല്ല. പക്ഷേ അത് 3 വർഷക്കാലത്തെ വേദനകൾ, ഞാനത് ഭീകരമാക്കി പറയുന്നില്ല, നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. പക്ഷേ എങ്കിലും കഴുത്തിൽ, യൂട്രസിനുണ്ടായിരുന്ന, ഓവറിയിലുണ്ടായിരുന്ന ആ ഒരു ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് കഴുത്തിൻ്റെ അവിടെയുള്ള ഗ്രന്ഥി വരെ എത്തിയിട്ട് അത് പൊട്ടി, അതിനകത്ത് ഭയങ്കരമായ വേദനയും മുറിവുമായിരുന്നു. ഒരിക്കൽ പോലും ആ സിസ്റ്റർ തൻ്റെ ജീവിതകാലത്തിൽ ഈ അവസാന നിമിഷം വരെ ഒരു പരാതി ആരോടും പറഞ്ഞിട്ടില്ല. കൂട്ടത്തിലുള്ള പല സിസ്റ്റേഴ്സും പറഞ്ഞു, ഒരിക്കലും വേദനയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, വേദനയുണ്ടോ? അച്ഛന്മാരോട് നുണ പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഉണ്ടച്ഛ, കുറച്ചൊക്കെ, പക്ഷേ സഹിക്കാവുന്നതേ ഉള്ളൂ. ഇതായിരുന്നു ആ സിസ്റ്ററിൻ്റെ പ്രതികരണം. പ്രിയ സഹോദരങ്ങളെ, എന്നെ ജീവിതത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകളിലേക്ക് ഉയർത്തിയ ഒരു അനുഭവമാണ്. സത്യത്തിൽ എന്നെ മാനസാന്തരപ്പെടുത്തിയ, പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് പോലെ പണ്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഈശോ തരുന്ന വലിയൊരു ജീവിത അനുഭവമായിരുന്നു എനിക്ക് ഈ ഒരു സിസ്റ്ററിൽ നിന്ന്. അന്ന് രാത്രി സിസ്റ്ററിനെ കണ്ടതിന് ശേഷം ഞാൻ പോയിരുന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ ഇത്തിരി മനക്ലേശത്തോടു കൂടി പ്രാർത്ഥിച്ചു. കാരണം അത്രമാത്രം വേദനാജനകമായിരുന്നു സിസ്റ്ററിൻ്റെ അവസ്ഥ. എന്ന് മാത്രമല്ല, പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചു, കർത്താവേ, ഇത്രമാത്രം വിശുദ്ധിയിൽ അങ്ങയെ സ്നേഹിക്കുന്ന ഈ സിസ്റ്ററിന് എന്തിനാണ് ഇത്രമാത്രം വേദനയുള്ള സഹനം കൊടുത്തത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു മനോവേദനയോടുകൂടി ഞാൻ ഈശോയുടെ തിരുസന്നിധിയിൽ പോയിരുന്നു അന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് തന്നൊരു വചനമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അതിൽ 5 മുതലുള്ള തിരുവചനങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാലത്തെ ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. അല്പകാലത്തെ ശിക്ഷണത്തിന് ശേഷം നീതിമാന്മാർ സഹിക്കുമ്പോൾ അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്നതുപോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു. ഉലയിൽ സ്വർണം എന്നതുപോലെ ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിനെ ശോധന ചെയ്യുന്ന, വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധരുടെ സഹനം അഥവാ നിഷ്കളങ്കരുടെ സഹനം. വീണ്ടും പറയുകയാണ്, ദഹനബലിയായി സ്വീകരിച്ചു. ദഹനബലിയായി സ്വീകരിച്ചു. അപ്പോൾ ഒരു വ്യക്തി ദഹനബലിയായി മാറുന്ന പ്രവൃത്തി, ഇത് ആരോടാണ് ദൈവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 തിരുവചനങ്ങൾ, അതിൽ 5-ാമത്തെ തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ആരാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ? മഹാപാവികളും പോക്രികളും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ കർത്താവ് ശുദ്ധി ചെയ്തെടുക്കും. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സഹനത്തെക്കുറിച്ച്, സഹനം നമുക്കൊരു ശിക്ഷണമാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണെന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ മറ്റൊരു വശമാണ് വിശുദ്ധരുടെ സഹനം. യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുവരവ്, ഒരു മാനസാന്തരം ആവശ്യമില്ലാതെ നല്ല വിശുദ്ധിയിലും നിഷ്കതങ്ങയിലും ജീവിക്കുന്നവർ എന്തുകൊണ്ട് സഹിക്കുന്നു
എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഈശോ പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ തനിക്ക് സ്വീകാര്യരായവരെ ദൈവം ശുദ്ധി ചെയ്ത് സഹനത്തിലൂടെ ശുദ്ധി ചെയ്തെടുക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളെ സഹനത്തെ സ്നേഹിക്കുവാനും കർത്താവിനോട് ഐക്യപ്പെടുവാനും സഹായിക്കുന്നത്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന് 4-ാം അധ്യായം, അവിടെ 12ഉം 13ഉം തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ ഒന്ന് സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. അഗ്നി പരീക്ഷകൾ ഉണ്ടാകും ജീവിതത്തിൽ. നമ്മളെ പരിശോധിക്കാൻ, എന്തിനു വേണ്ടി പരിശോധിക്കാൻ? നമ്മൾ സ്വർണം അഗ്നിയിൽ എന്നതുപോലെ ശുദ്ധി ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളെ പരിശോധിക്കാൻ വേണ്ടി. വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് വെളിപാടിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വിശുദ്ധരാണെങ്കിലും നിഷ്കളങ്കരാണെങ്കിലും കൂടുതൽ വിശുദ്ധീകരണം ആവശ്യമാണ്. സ്വർഗത്തിൻ്റെ വിശുദ്ധി എത്രമാത്രമാണോ അത്രമാത്രം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് വരെ ഇഹലോകത്തിൽ സഹനത്തിലൂടെയും ആ വിശുദ്ധീകരണം ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ തീർന്നില്ലെങ്കിൽ ഇനി മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിലൂടെയും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് ദൈവത്തിന് സ്വീകാര്യമായതും നമുക്ക് ശ്രേഷ്ഠകരമായതും. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസ്ലീഹ വീണ്ടും നമ്മളോട് പറയുകയാണ്, അതുകൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്നതുപോലെ നമ്മൾ ആകുലചിത്തരാകരുത്, പരിഭ്രമിച്ചു പോകരുത്. 1 പത്രോസ് 4:13 പറയുകയാണ്, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അവന്റെ മഹത്വത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടാവും. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തോട് പങ്കുചേരാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് ക്രിസ്തുവിൻ്റെ തന്നെ സഹനത്തെ പങ്കുവെച്ച് തരുന്നത്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയിൽ പോലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക. 1 പത്രോസ് 4:19 തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ, നീ നിഷ്കളങ്കനാണെങ്കിലും പാപമില്ലാത്തവനാണെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണെങ്കിലും ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവഹിതമനുസരിച്ച് നീ സഹിക്കുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. നന്മ ചെയ്തതിൽ മടുപ്പ് തോന്നാതെ, പുണ്യപ്രവർത്തനത്തിൽ പിന്തിരിയാതെ, ദൈവത്തെ ശപിച്ച് ജീവിതത്തെ തകർക്കാതെ, നമ്മളുടെ ആധ്യാത്മികതയെ ഇരുട്ടിലേക്ക് തള്ളിവിടാതെ കൂടുതൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളർന്ന് സഹനത്തെ സ്വീകരിക്കുക. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ 18 കാരറ്റ് സ്വർണ്ണമുണ്ട്, 22 കാരറ്റ് സ്വർണ്ണമുണ്ട്, രണ്ടും സ്വർണ്ണമാണ്. പക്ഷേ 18-ലുള്ള ചെമ്പിൻ്റെ അളവ് കൂടുതലാണ്. എന്നാൽ 22 കാരറ്റിലേക്ക് വരുമ്പോൾ ചെമ്പ് തീരെ കുറയുന്നു. തങ്കമായി വരുമ്പോൾ ചെമ്പില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നമ്മൾ പല കാരറ്റുകളായിട്ടാണ് കാണേണ്ടത്. സ്വർഗത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് പരിപൂർണ വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയിൽ എത്തുന്നത് സഹനമെന്ന തീച്ചൂളയിലൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹനത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കട്ടെ, പരിശീലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിന്ന്, കുരിശിനോട് ചേർന്ന് നിന്ന് നമുക്ക് നമ്മുടെ ജീവിത സഹനങ്ങളെ, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും സ്നേഹത്തോടെ സ്വീകരിക്കാൻ പരിശ്രമിക്കാം. പരിശുദ്ധനായവൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈ സമയങ്ങളിൽ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറച്ചതിനോട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ ജീവിത സഹനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.